യൂണിവേഴ്സിറ്റി പരീക്ഷ ജയിക്കുന്നത് ഒരു ജിഗ്സോ പസിൽ ജയിക്കുന്നതിന് തുല്യമാണെന്ന് പലപ്പോഴും പല വിദ്യാർത്ഥികൾ പറയാറുണ്ട്. ഇന്നലെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നപ്പോൾ പല വിദ്യാർത്ഥികളും അത് പറഞ്ഞിരുന്നു. ഒരു പാതിക്ക് വളരെയധികം സന്തോഷമാണെങ്കിൽ മറുപാതിക്ക് അർഹിച്ച മാർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വളരെ വിഷമത്തിലുമായിരുന്നു. ആ മറുപാതിയുടെ വിഷമത്തിനുള്ള പോംവഴിയുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, പേപ്പർ കോപ്പിക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും പേപ്പർ കോപ്പിക്കും കൊടുക്കാവുന്നതാണ്. കാരണം ഇംപ്രൂവ്മെന്റ് അഥവാ സപ്ലിമെന്ററി എക്സാം വരുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പമായിരിക്കും. അങ്ങനെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് സെം ആണെങ്കിൽ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ആയിരിക്കാം, അതിൻ്റെതായ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. അതിനിടയിൽ ഫസ്റ്റ് പഠിക്കണോ സെക്കൻഡ് സെമസ്റ്റർ പഠിക്കണോ ഇങ്ങനെയുള്ള കൺഫ്യൂഷനും രണ്ട് സെമസ്റ്റർ പരീക്ഷകൾക്കും പഠിക്കാനുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഡിഗ്രി എന്ന പ്രോഗ്രാമിന് പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ സെമസ്റ്റർ പരീക്ഷയും ആ സമയത്ത് തന്നെ പഠിച്ച് വിജയിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരുടെയും ആഗ്രഹം ഇതൊക്കെ തന്നെയാണെങ്കിലും പലപ്പോഴും ഇത് പല സാഹചര്യം കൊണ്ട് സാധിക്കാറില്ല. അതുകൊണ്ട് ഒന്നാം സെമസ്റ്റർ മുതൽക്ക് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പരീക്ഷ എഴുതി റിസൾട്ട് വന്നു, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ പേപ്പർ കോപ്പിക്കോ കൊടുക്കുക. പണ്ടെന്ന് പറയുകയാണെങ്കിൽ ബാർകോഡ് സിസ്റ്റത്തിന് മുമ്പാണെങ്കിൽ 3 മാസമൊക്കെ എടുത്തിരുന്നു റീവാലുവേഷൻ റിസൾട്ട്. ഇപ്പോൾ ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് 2 മാസത്തിനുള്ളിലൊക്കെ റിസൾട്ട് വരാറുണ്ട്. പിന്നെ പലപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, അത് ന്യായമായ ചോദ്യമാണ്, ഞാനത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു, ഇതിനുള്ള പൈസ ആര് തരുമെന്നുള്ള കാര്യം. ഓർക്കുക, ഡിഗ്രി എന്ന പ്രോഗ്രാം മറ്റുള്ള പ്രോഗ്രാമിനേക്കാളും പൈസ വളരെ കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾ ചേർന്നിട്ട് ചില കാരണങ്ങൾ കൊണ്ട് ജയിച്ചില്ല, ഡിപ്രസ്ഡായി പിൻവലിയുന്നേക്കാൾ മുമ്പ് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അത് തുടർന്നുള്ള നിങ്ങളുടെ പഠനത്തിനും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓർക്കുക, വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഒന്നാം സെമസ്റ്റർ ബികോം BBA CBCSS ആൻഡ് CUCBCSS നവംബർ 2023 റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിന് മെയ് 27 വരെ അപേക്ഷിക്കാം. ലിങ്ക് 13 മുതൽ ലഭ്യമാകും, അതായത് തിങ്കളാഴ്ച മുതൽ. വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഒന്നാം സെമസ്റ്റർ BA അഫ്സൽ ഉലമ, BA പൊളിറ്റിക്കൽ സയൻസ്, BSc മാത്തമാറ്റിക്സ്, CBCSS UG CUCBCSS UG നവംബർ 2023 റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിന് 24 വരെ അപേക്ഷിക്കാം. ലിങ്ക് 13 മുതൽ ലഭ്യമാകും. ഈ വിവരം മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.